സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കപരിഹാരത്തിനുള്ള ചർച്ച തുടങ്ങി. മാർ ജോസഫ് പാംപ്ലാനിയും പ്രാർത്ഥനായജ്ഞമിരുന്ന വൈദികരുമാണ് ചർച്ച നടത്തുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിലാണ് ചർച്ച. വിവരങ്ങളുമായി ജിജീഷ് കർണാകനൊപ്പം ചേരുന്നു. ജിജീഷ്, ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണരാജ്, 11 മണിയോടുകൂടി തന്നെ ഈ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. മാർ പാംപ്ലാനിയും ഒപ്പം 21 വൈദികരാണ് സമരത്തിലിരുന്ന പ്രാർത്ഥനായജ്ഞത്തിലിരുന്ന വൈദികരും ആയിട്ടാണ് പ്രധാനമായും ചർച്ചകൾ നടത്തുന്നത്. ആദ്യവട്ട ചർച്ചകൾ 12-ാം തീയതി അർദ്ധരാത്രി വരെ നീണ്ട 13-ാം തീയതി പുലർച്ചെ വരെ നീണ്ട ചർച്ചകളായിരുന്നു നേരത്തെ നടന്നിരുന്നത്. ആ ചർച്ചകൾക്ക് ശേഷം എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് തുടർച്ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും, അതിനുശേഷം സമവായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു വ്യക്തമാക്കിയത്. അങ്ങനെയാണ് ഇന്ന് ചർച്ചയ്ക്ക് തീരുമാനമെടുത്തതും വൈദികരും ഒപ്പം തന്നെ മാർ ജോസഫ് പാംപ്ലാനിയും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും കൂലികൾ പുനഃസംഘടിപ്പിക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് വൈദികർ സമരരംഗത്ത് പ്രാർത്ഥനായജ്ഞമടക്കമുള്ള സമരരംഗത്ത് ഉയർത്തിയിരുന്നത്. ഈ ആവശ്യങ്ങളിൽ അനുഭാവപൂർവമായ ഒരു പരിഗണന ഉണ്ടാകും, അത്തരം കാര്യങ്ങൾ പരിഗണിക്കും എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും അദ്ദേഹം നേരത്തെ ഈ ചർച്ചയ്ക്ക് മുന്നോടിയായും സൂചിപ്പിച്ചിരുന്നത്. പ്രാർത്ഥനായജ്ഞത്തിലിരുന്ന 21 വൈദികരെ ബലം പ്രയോഗിച്ച് ഈ പള്ളി പരിസരത്ത് നിന്നും ബിഷപ്പ് ഹൗസിൽ നിന്നും മാറ്റാനുള്ള നീക്കം വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. അങ്ങനെ ഈ പരിസരം, ബിഷപ്പ് ഹൗസിന്റെ പരിസരം സംഘർഷഭരിതമാകുന്ന ദിവസങ്ങൾ തന്നെയായിരുന്നു അതിനടുത്ത 12-ാം തീയതി, 11, 12 തീയതികളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. 13-ാം തീയതി മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് കഴിഞ്ഞ 13-ാം തീയതി മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു സമവായത്തിന്റെ രീതിയിലേക്ക് എത്തിയത്. വൈദികരെ ബലം പ്രയോഗിച്ച് നീക്കിയതിനെതിരെ വിശ്വാസികൾ വലിയ തോതിൽ തമ്പടിച്ച് ഇവിടെ വന്നു, പ്രതിഷേധങ്ങളുണ്ടായി. ഈ ഗേറ്റ് അടക്കം കയറുകെട്ടി വലിച്ച് പൊട്ടിക്കുന്ന രീതിയുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് ഇവർക്കെതിരെ നിരവധി കേസുകൾ എടുത്തു. ഈ വിശ്വാസികൾക്കെതിരെയും ഒപ്പം തന്നെ സമരവിരുന്ന വൈദികർക്കെതിരെയും എല്ലാം തന്നെ കേസുകളുണ്ട്. പോലീസിനെ ആക്രമിച്ചതിന് അടക്കമുള്ള കേസുകളായിരുന്നു. പലവട്ടം ബലപ്രയോഗം വൈദികരും വിശ്വാസികളും ഒപ്പം തന്നെ പോലീസുമായി ബലപ്രയോഗവും സംഘർഷവും എല്ലാം ഉണ്ടാകുന്ന ഒരു സാധ്യതയിലേക്കും സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ പലവട്ടം പോയി. അങ്ങനെ കേസുകളുണ്ട്. ആ കേസുകൾ പിൻവലിക്കണം, അത് പരിശോധിച്ചതിന് ശേഷം കേസുകൾ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നൊരു ആവശ്യം വൈദികർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു അനുകൂല സമീപനം അല്ലെങ്കിൽ പോസിറ്റീവായി മുന്നോട്ട് പോകുന്ന രീതി തന്നെയാണ് തൻ്റേത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് പുതുതായി ഇവിടെ ചുമതലയേറ്റുള്ള മാർ പാംപ്ലാനി ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ പ്രധാനമായും ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഏകീകൃത കുർബാന വേണമെന്ന് പറയുന്ന പക്ഷവും എന്നാൽ ജനാഭിമുഖ കുർബാനയാണ് നടപ്പാക്കേണ്ടതെന്ന് പറയുന്ന വിശ്വാസികളുടെ പക്ഷവും തമ്മിലുള്ള തർക്കങ്ങളാണ് പല ഘട്ടങ്ങളിലും പ്രത്യക്ഷ സമരത്തിലേക്കും ഒപ്പം തന്നെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കും എല്ലാം തന്നെ നീങ്ങിയത്. അതിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു ഈ കൂലികൾ പിരിച്ചുവിടണമെന്ന അതടക്കമുള്ള ആവശ്യങ്ങൾ കാനോനിക സമിതികളും കൂലികളും പിരിച്ചുവിടണമെന്ന ആവശ്യങ്ങളും ഉയർന്നു വന്നത്. ഇതിനിടയിലാണ് വൈദികർ സമരരംഗത്തേക്ക് നേരിട്ട് ഇറങ്ങുന്നതും പ്രാർത്ഥനായജ്ഞത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. എന്നാൽ പുലർച്ചെ പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കുന്ന ഒരു രീതി ഉണ്ടായതോടുകൂടി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായി. തുടർന്ന് പോലീസ് സംരക്ഷണം ബിഷപ്പ് ഹൗസിന് നൽകിയിരിക്കുകയാണ്. ഈ ബിഷപ്പ് ഹൗസിനുള്ള പോലീസ് സംരക്ഷണം പൂർണ്ണമായും പോലീസിനെ ഇവിടെ നിന്ന് മാറ്റണമെന്നൊരു ആവശ്യം കൂടി സമരരംഗത്തുള്ള ആളുകൾ അല്ലെങ്കിൽ നേരത്തെ സമരരംഗത്ത് ഉണ്ടായിരുന്ന വൈദികർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതു സമയത്തും തങ്ങൾക്കടക്കം ഇവിടേക്ക് കയറി വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കണം എന്ന കാര്യം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ, ഒരു സമവായ ചർച്ചകൾ, ഇന്നുകൊണ്ട് പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയങ്ങളല്ല പലതും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് അവർ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നു എന്ന് അല്ലെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാകുന്നു, ചർച്ചകളിലൂടെ പ്രശ്നപരിഹാര സാധ്യതകൾ തേടുന്നു എന്ന് വ്യക്തമാക്കുമ്പോൾ പോലും ഇക്കാര്യത്തിൽ പൂർണ്ണമായും അതുമായി ബന്ധപ്പെട്ട് യോജിപ്പല്ല ഉള്ളത്. പ്രധാനമായും സഭാ നേതൃത്വത്തിലെ പല ആളുകൾക്കും ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ ചർച്ചകളും സമവായ ചർച്ചകളും അനുബന്ധ ചർച്ചകളും എല്ലാം തന്നെ നീളാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഇപ്പോഴും ഈ ചർച്ചകൾ 11 മണിയോടെ ആരംഭിച്ച ചർച്ചകൾ തുടരുകയുമാണ്. ശരി, സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കപരിഹാരത്തിനുള്ള ചർച്ചകൾ നടക്കുകയാണ്. അവിടെ മാർ ജോസഫ് പാംപ്ലാനിയുണ്ട്, പ്രാർത്ഥനായജ്ഞം വരുന്ന വൈദികരുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കർണാകൻ.